ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ദ സിമ്പിൾ കെയ്നേഷ്യൻ മോഡൽ, കണ്ടീഷൻസ് ഫോർ ഈക്വിലിബ്രിയം ഔട്ട്പുട്ട്. അതായത് സിമ്പിൾ കെയ്നേഷ്യൻ മോഡലിൽ സന്തുലിതാവസ്ഥയിലുള്ള ഉൽപ്പന്നം നിർണ്ണയിക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. Equality between output and aggregate demand is the basic condition for equilibrium output in the simple Keynesian model. സിമ്പിൾ കെയ്നേഷ്യൻ മോഡലിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് നിർണ്ണയിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷനാണ് ഔട്ട്പുട്ടും അഗ്രിഗേറ്റ് ഡിമാൻഡും ഈക്വൽ ആയിരിക്കണം. Consumption and investment are the components of aggregate demand in the two-sector model. ഒരു two-sector മോഡലിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിന് രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന് കൺസംഷൻ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്. Consumption, investment and government spending are the components of aggregate demand in the three-sector model. Three-sector മോഡലിലേക്ക് വരുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന് മൂന്ന് കമ്പോണൻസ് ആണുള്ളത്: കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻ ദി ടു സെക്ടർ മോഡൽ. ടു സെക്ടർ മോഡലിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. The condition for equilibrium in the two-sector model can be expressed as y equal to E. ഇപ്പോൾ ടു സെക്ടർ മോഡലിലെ ഇക്വിലിബ്രിയം കണ്ടീഷന് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? y ഈക്വൽ ടു E എന്ന് കൊടുത്തിട്ടുണ്ട്. where y is equal to the total output and E equals aggregate demand. ഇനി ഇതിൽ y എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്, E എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൺസിസ്റ്റ് ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ടു സെക്ടർ മോഡൽ ആയതുകൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ കൺസംഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? y is equal to c plus i എന്ന് എഴുതാം. ഈ എന്നുള്ള ടേമിന് പകരമായിട്ടാണ് സി പ്ലസ് ഐ എന്ന ടേം ഉപയോഗിക്കുന്നത്. സിൻസ് ദ വാല്യൂ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം, ഇറ്റ് ഈസ് എയ്തർ കൺസ്യൂംഡ് ഓർ സേവ്ഡ്. ദസ് ദ ഇക്വിലിബ്രിയം ക്യാൻ ബി റിട്ടൺ ആസ് y ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ്. ഇനി ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ മൂല്യം എപ്പോഴും ദേശീയ വരുമാനത്തിന് തുല്യമായിരിക്കും. ആ ദേശീയ വരുമാനം ഒന്നുകിൽ ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കും, അല്ലെങ്കിൽ സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? y ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ് എന്ന് എഴുതാം. ഇതിൽ y എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം ആണ്, സി എന്ന് പറയുന്നത് കൺസംഷനെ സൂചിപ്പിക്കുന്നു, എസ് സേവിങ്സിനെ സൂചിപ്പിക്കുന്നു. The equilibrium level of output is determined at the point where aggregate demand is equal to national income. അപ്പോൾ ഇനി ഇവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നിർണ്ണയിക്കപ്പെടുന്ന പോയിന്റ് ഏതാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡും നാഷണൽ ഇൻകവും തുല്യമായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സി പ്ലസ് ഐ ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ് എന്ന് എഴുതാം. സി പ്ലസ് ഐ എന്നുള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും സി പ്ലസ് എസ് എന്നത് നാഷണൽ ഇൻകത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. Another way of representing the condition of equilibrium in the two-sector model is the equality between saving and investment. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനെ കാണിക്കുന്ന മറ്റൊരു ടേം അല്ലെങ്കിൽ മറ്റൊരു രീതി ഏതാണ്? സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഈക്വാളിറ്റിയാണ്. അപ്പോൾ ഇക്വേഷനെ എസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാം. എസ് എന്ന് പറയുന്നത് സേവിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്, ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ടു സെക്ടർ മോഡലിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന അടുത്ത ടോപ്പിക്ക് കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻ ദി ത്രീ സെക്ടർ മോഡൽ. The condition for equilibrium in the three-sector model can be expressed as y equal to E. ടു-സെക്ടർ മോഡലിൽ പഠിച്ച അതേപോലെ തന്നെയാണ് ത്രീ-സെക്ടർ മോഡലിലും വരുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നത്? y ഈക്വൽ ടു E ആണ്. ഇതിൽ y എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിനെയും E എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും കാണിക്കുന്നു. ഇനി ഇവിടെ ത്രീ സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന് മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൺസിസ്റ്റ് ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ്. ഏതൊക്കെയാണ് മൂന്ന് ഘടകങ്ങൾ? കൺസംഷൻ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്. അപ്പോൾ നമുക്കിനി ഇക്വേഷൻ എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി എന്ന് എഴുതാം. ഇക്ക് പകരമായിട്ടാണ് സി പ്ലസ് ഐ പ്ലസ് ജി എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിന്റ് where aggregate demand is equal to national income. അപ്പോൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നിർണ്ണയിക്കപ്പെടുന്ന പോയിന്റ് ഏതായിരിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡും ദേശീയ വരുമാനവും ഈക്വൽ ആകുന്ന പോയിന്റ്.
നാഷണൽ ഇൻകം ഈസ് അസ്യൂംഡ് ടു ബി പെയ്ഡ് ടു ഹൗസ് ഹോൾഡ് ഇൻ റിട്ടേൺ ഫോർ ഫാക്ടർ സർവീസസ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ എന്താണ്? ദേശീയ വരുമാനം ഹൗസ് ഹോൾഡിന് തിരിച്ചു നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാക്ടർ സർവീസസിനുള്ള റിട്ടേൺ അല്ലെങ്കിൽ പ്രതിഫലമായിട്ട്. അതായത് ഇവിടെ പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളെ കുറിച്ചാണ്. പ്രധാനമായും 4 ഉൽപാദന ഘടകങ്ങളാണ് വരുന്നത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതിൽ ലാൻഡിന് കൊടുക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ റിട്ടേണിനെ പറയുന്ന പേരാണ് റെന്റ്. അതുപോലെ ലേബേഴ്സിന് കൊടുക്കുന്നത് വേജ്, ക്യാപിറ്റലിന് വരുന്നതാണ് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിങ്ങനെ ദേശീയ വരുമാനം ഈ രീതിയിൽ തിരിച്ചു നൽകുന്നു എന്നാണ് ഇവിടുത്തെ ഒരു അസംഷനായിട്ട് പറയുന്നത്. നാഷണൽ ഇൻകം റിസീവ്ഡ് ബൈ ഹൗസ് ഹോൾഡ് ആസ് ഫാക്ടർ പേയ്മെന്റ് ഈസ് കൺസ്യൂംഡ്, സേവ്ഡ് ഓർ പെയ്ഡ് ഔട്ട് ഇൻ ടാക്സസ്. അപ്പോൾ ഇത്തരത്തിൽ ഹൗസ് ഹോൾഡിന് കിട്ടുന്ന വരുമാനത്തിന് അവരെന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ അത് കൺസ്യൂം ചെയ്യും, അതായത് ഉപഭോഗ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, അതല്ലെങ്കിൽ അത് സേവ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യണം? ടാക്സ് പേയ്മെന്റ് നടത്തുകയും വേണം. ദസ് ദ ഇക്വിലിബ്രിയം ക്യാൻ ബി റിട്ടേൺ ആസ് y is equal to c plus s plus t. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം എങ്ങനെ എഴുതാൻ പറ്റും? y is equal to c plus s plus t എന്ന് എഴുതാം. ഇതിൽ c എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, s സേവിങ്സ്, t എന്ന് പറയുന്നത് ടാക്സ്. ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് അറ്റ് ദ പോയിന്റ് വെർ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം. അഗ്രിഗേറ്റഡ് ഡിമാൻഡും നാഷണൽ ഇൻകവും തുല്യമാകുമ്പോഴാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് നിർണ്ണയിക്കപ്പെടുന്നത്. ഇക്വേഷൻ എങ്ങനെ എഴുതി? c plus i plus g ഈസ് ഈക്വൽ ടു c plus s plus t. ഇവിടെ c plus i plus g എന്ന് പറയുന്നത് അഗ്രിഗേറ്റഡ് ഡിമാൻഡിനെയും c plus s plus t എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിനെയുമാണ് സൂചിപ്പിക്കുന്നത്. Another way of presenting the condition of equilibrium in the three-sector model is the equality between leakages and injections. ഇനി ഇവിടെ പറയുന്ന അടുത്ത കണ്ടീഷൻ എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ ലീക്കേജസും ഇൻജക്ഷൻസും തുല്യമാകുമ്പോഴാണ് 3-sector മോഡലിൽ ഇക്വിലിബ്രിയം നിർണ്ണയിക്കപ്പെടുന്നത്. സേവിംഗ് പ്ലസ് ടാക്സസ് റെപ്രസെന്റ് ലീക്കേജസ്. ഇവിടെ സേവിങ്സും ടാക്സസും ചേർന്നതാണ് ലീക്കേജസ്, ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് സ്പെൻഡിങ്ങും ചേർന്നതാണ് ഇൻജക്ഷൻ. Thus the equilibrium condition for a 3-sector model can also be written as s plus t is equal to i plus g. ഇപ്പോൾ 3-sector മോഡലിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? s plus t is equal to i plus g എന്ന് എഴുതാം. ഇതിൽ s plus t എന്ന് പറയുന്നത് ലീക്കേജ് ആണ്, i plus g എന്ന് പറയുന്നത് ഇൻജക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ കേനേഷ്യൻ മോഡലിൽ പഠിക്കാനുള്ളത്. ക്ലാസ് എല്ലാവരും കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്